എന്താണ് കൊല്ലത്തെ വോട്ടർമാർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്? കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 5ാം വട്ടവും മത്സരത്തിനിറങ്ങുമ്പോൾ ഏറെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കൊല്ലം പിടിക്കാൻ LDF 18 അടവ് പയറ്റിയാലും രക്ഷയില്ല എന്നാണ് UDF നേതൃത്വം വിശ്വസിക്കുന്നത്. ഉരുക്കുകോട്ടയായ കൊല്ലം, അതും തുടർച്ചയായ തോൽവി പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട്. ആ മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് 5 തവണയാണ് UDF-നെ അയച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് UDF-ന്റെ നേതാക്കളായി നമുക്ക് എടുത്തു കാട്ടാൻ കഴിയുന്നത്. അതിലൊന്ന് NK പ്രേമചന്ദ്രനാണ്, മറ്റൊന്ന് S കൃഷ്ണകുമാറാണ്. കൊല്ലത്തിനെ 1984-89 കാലഘട്ടങ്ങളിൽ കൊല്ലത്ത് നിന്ന് നയിച്ച വളരെ ശക്തനായ ഒരു നേതാവാണ് S കൃഷ്ണകുമാർ, കേന്ദ്രമന്ത്രി വരെയായി. പക്ഷേ അതിനുശേഷം NK പ്രേമചന്ദ്രനാണ് UDF-ന്റെ കരുത്തുറ്റ ശബ്ദമായി നിൽക്കുന്നത്. ആ മണ്ഡലത്തിന്റെ പ്രത്യേകത RSPയുടെ നാടാണ്. ഞങ്ങൾ കൊല്ലത്തുകാർക്ക് RSP കഴിഞ്ഞിട്ടേ ഒന്നുള്ളൂ. ടൗണിൽ ഇറങ്ങിയാൽ RSPയുടെ വികാരം ഉണ്ടാവും. ചവറ ഭാഗത്തേക്ക് തീരദേശത്തേക്ക് പോയാൽ RSP മുദ്രാവാക്യങ്ങളും RSPയിലെ N ശ്രീകണ്ഠൻ നായരും പിന്നെ ഈ ഷിബു ബോബി ജോണും ഒക്കെയാണ് കൊല്ലത്തിന്റെ ഒരു വികാരം എന്ന് പറയുന്നത്. N ശ്രീകണ്ഠൻ നായർ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കൊല്ലം. ആ മണ്ഡലമാണ് RSP തന്നെ വിജയിക്കുന്നത്. പക്ഷേ RSPയുടെ സ്വഭാവം മാറി. RSP ഇടതുപക്ഷത്ത് നിന്ന് UDF പക്ഷത്തേക്ക് പോയി. പക്ഷെ അപ്പോഴും NK പ്രേമചന്ദ്രനെ കൊല്ലത്തുകാർ നെഞ്ചിലേറ്റിയിരിക്കുന്നു. അത് തുടരുമോ? കൊല്ലത്തിന്റെ മനസ്സിൽ എന്താണ്? നമുക്ക് ആദ്യം ഒരു റിപ്പോർട്ട് കാണാം. ആയിരത്തി 1996, 1998, 2014, 2019 മത്സരിച്ചപ്പോഴൊക്കെ NK പ്രേമചന്ദ്രനൊപ്പമാണ് കൊല്ലം. 2024-ലും കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല UDF-ന്. RSPയുടെയും CPIM-ന്റെയും ഉള്ളിലെ കനലടങ്ങാത്ത മണ്ഡലം. മത്സരിച്ചപ്പോഴൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രനെ ജയിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ഇത്തവണയും പതിവ് തെറ്റിക്കില്ലെന്നാണ് കണക്കുകൂട്ടൽ. LDF-ന് വിഭ്രാന്തിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു വിഷയവുമില്ലാതെ ഇപ്പോൾ പുതിയ വിഷയങ്ങൾ കുത്തിപ്പൊരുക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമവും പരാജയപ്പെട്ടായിട്ട് കാണുന്നു. കാരണം ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ അതൊന്നും ഏക്കില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന പ്രേമേന്ദ്രനെ പോലെയുള്ള MPയുടെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ബോധ്യമുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏക്കുന്നില്ല. ഇടതു മനസ്സാണ് കൊല്ലത്തിനെങ്കിലും NK പ്രേമചന്ദ്രനെ തളയ്ക്കാൻ CPIM-ന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. 2014-ൽ MA ബേബിയെയും 2019-ൽ KN ബാലഗോപാലിനെയും പരാജയപ്പെടുത്തിയാണ് ലോക്സഭയിലെത്തിയത്. MA ബേബി മത്സരിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ പരനാറി പ്രയോഗം തിരിച്ചടിയായപ്പോൾ ശബരിമല വിഷയമടക്കമാണ് കഴിഞ്ഞ തവണ KN ബാലഗോപാലിന്റെ പരാജയത്തിലേക്ക് നയിച്ചത്. കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കൊല്ലത്തൊരു പരിപാടിക്ക് വരും. ആ പരിപാടിയിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പ്രേമേന്ദ്രൻ പറഞ്ഞു, അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത് നിർമ്മല സീതാരാമനാണ് എന്നാണ്. നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയാകണമെങ്കിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടണം. BJPക്ക് ഭൂരിപക്ഷം കിട്ടി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി ആകണം എന്ന് അഭിപ്രായപ്പെടുന്ന ആള് ഇന്ത്യ മുന്നണിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ LDF തന്നെയാണ് മുന്നിൽ. പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെ എല്ലായിടത്തും ഇടത് MLA-മാർ. ഇത് CPIM-ന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഡസൻ കണക്കിന് നേതാക്കളുണ്ടെങ്കിലും പറ്റിയ പോരാളിയെ കണ്ടെത്താൻ CPIM-ന് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ചർച്ചകൾ വഴിവെക്കുന്നത് MLA-മാരെ ഇറക്കിയുള്ള പരീക്ഷണത്തിലേക്ക്. MA ബേബിയും KN ബാലഗോപാലും അടിതെറ്റി വീണെടുത്ത് ഇനി ആര് എന്ന ചോദ്യം. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനപ്രീതിയുള്ള NK പ്രേമചന്ദ്രനെ അതേ നാണയത്തിൽ നേരിടാൻ LDF-ൽ നിന്നും NDA-യിൽ നിന്നും ആര് വരും?